ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്താ ഇത് തന്നെ ഐസ്ക്രീം ബോൾ കൊണ്ട് ചെറിയൊരു വെണ്ണക്കുടം ചെയ്യാനായിട്ടാണ്. വൈറ്റ് സിമൻറ്റ് യൂസ് ചെയ്താണ് നമ്മളത് ചെയ്യുന്നത്. അഷ്ടമി രോഹിണി ദിവസമായിട്ട് ഭഗവാനെ ഓർമ്മപ്പെടുത്തുന്നതിനായിട്ടാണ് ഇത് ചെയ്യുന്നത്. ചെറിയ ഒരു കുടം, ഇത് വൈറ്റ് സിമൻറ്റിൽ നമ്മളിത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വെറും വെള്ളം കൊണ്ട് കുഴച്ചെടുക്കുകയാണ്. നല്ലൊരു കുഴമ്പ് രൂപത്തിൽ നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഈ ഒരു വൈറ്റ് സിമൻറ്റ്, പ്ലാസ്റ്റർ ഓഫ് പാരീസിനെയും കാര്യം ഇതാണ് നല്ലത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് കട്ടിയാവുന്നതാണ്. നമുക്ക് അതിനേയും കാര്യം നല്ലത് ഈ വൈറ്റ് സിമൻ്റാണ്. ഇത് ക്ലേ ആക്കി നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ കയ്യിൽ ഗ്ലൗസ് ഇടുന്നതായിരിക്കും ഭേദം. കാരണം നല്ല കുറച്ച് ചൂട് നമ്മളെ കയ്യിലടിക്കുന്നുണ്ട്. അതായത് നമ്മൾ തൊലി വൈറ്റായിട്ട് തോന്നും. ഇതിപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ നോക്കിയപ്പോൾ ഒരു ഐസ്ക്രീം ബോൾ, അതൊരു കുടത്തിൻ്റെ ഷേപ്പ് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും എന്ന് ആണ്. അതിൻ്റെ മുകളിൽ ഫെവിക്കോൾ ഒന്നും തേച്ചിട്ടില്ല. സിമ്പിളായിട്ട് വൈറ്റ് വെള്ളം കൊണ്ട് അതിതുപോലെ ഉരുട്ടി ഒന്ന് മയപ്പെടുത്തി എടുക്കുകയാണ്. ആ ഷേപ്പായി കിട്ടി. നമുക്ക് ആ ഒരു വക്കുമൊക്കെ നമ്മൾ ചെയ്തെടുത്ത് കുറച്ച് നേരം നമ്മളൊന്ന് വെക്കണം. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ വേണ്ടി വരും ഇതൊന്ന് ടൈറ്റായി ഉണങ്ങി വരാനായിട്ട്. അതിന് ശേഷം പിന്നെ വൈറ്റ് കളർ ഇട്ടതിന് ശേഷം വേണം ഏത് കളറും, അത് നമ്മൾ ഏത് ചെയ്താലും ആദ്യമേ വൈറ്റ് ഇടുകയാണെങ്കിൽ ആ ചെയ്യുന്ന കളറിനൊരു എടുപ്പ് കിട്ടും. ഇനി നമ്മളെന്ന് വെച്ചാൽ പെൻസിൽ ഓടക്കുഴലിന് വേണ്ടിയിട്ട് ഇവിടെ ഒടിഞ്ഞ ഒരു പെൻസിൽ കിടന്ന് അതിന് ഞാൻ ഫോം ഷീറ്റ് ചുറ്റി വരിഞ്ഞെടുക്കുകയാണ്. ഇനിയിപ്പം ഞാൻ ഇതിൽ ഗ്ലാസ് കിട്ടും നമുക്ക് വാങ്ങിക്കാനായിട്ട്. അത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനാണ്. ഇതുപോലെ ചെറിയ ഗ്ലാസ്സും വലിയ ഗ്ലാസ്സുമായിട്ട് കിട്ടും. അത് ചുറ്റിനും ഒട്ടിച്ച് അത് ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ച് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാനായിട്ടാണ്. ഗ്ലാസ് ചെറിയതുണ്ടെങ്കിൽ എൻ്റെ കുറച്ച് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ അത് കംപ്ലീറ്റ് നമുക്ക് ഗ്ലാസ്സുകൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു ഡിസൈൻ ചെയ്യത്തക്ക വിധത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ഞാനിപ്പോൾ 3 കളറാണ് കൊടുത്തിരിക്കുന്നത്. ഓറഞ്ച്, യെല്ലോ, റെഡ് അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. അതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ എന്ത് ചെയ്താലും മനോഹരമാക്കി എടുക്കുക എന്നുള്ളത്, ഒരു ചെറിയ ഐറ്റം ചെയ്താലും നമുക്കതിനൊരു ചെറിയ ഒറിജിനാലിറ്റിയോടുകൂടി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുറച്ചൊരു പെർഫെക്ഷനോടുകൂടി എടുത്താൽ അത്രയും ഭംഗിയായിരിക്കും. ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്ന് ഫെവി ബോണ്ട് ഒട്ടിച്ചതിന് ശേഷമാണ് അതിൻ്റെ മുകളിലും ഞാൻ എൻ്റെ കയ്യിലുള്ള കല്ലുകൾ, സ്റ്റോണുകൾ, ഡെക്കറേഷൻ സ്റ്റോൺസുകളുണ്ട്. അത് വാങ്ങിച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യും. ഇതുപോലെ മനോഹരമായിട്ട് ഒരു മൈപ്പീലി എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്നു. ആ മൈപ്പീലിയും അതുപോലെ തന്നെ ഓടക്കുഴലും ഒരു വെണ്ണക്കുടവുമായിട്ട് ഭഗവാന് മനസ്സുകൊണ്ട് ഭഗവാൻ ഇഷ്ടപ്പെട്ട ഒരു ചെറിയ ഒരു മോഡലാണ് ചെയ്തിരിക്കുന്നത്. മനോഹരമാക്കി എടുക്കാം. നമുക്ക് ഇതിലും നല്ലതുപോലെ വേണമെങ്കിലും നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു സ്റ്റോണും അതുപോലെ തന്നെ ആ ഒരു ഗ്ലാസും വെച്ചാൽ കുറച്ചും കൂടി നല്ല ഭംഗിയായി കിട്ടും. ഡാർക്ക് കളറിലാകുമ്പോൾ കുറച്ച് എടുപ്പ് കിട്ടും. അതാണ് ആ ഡാർക്ക് റെഡും ഓറഞ്ചും കളറിട്ടത്. ഇതുപോലെ മനോഹരമാക്കാം.